നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശ് നയനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് നയന ആദർശിനോട് പറഞ്ഞു, ആദർശേട്ടാ എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറഞ്ഞു. എന്താ? അല്ല, മാളവിക നമ്മുടെ ആളാന്നുള്ള കാര്യം ഏൺ ജ്വല്ലറിക്കാരറിഞ്ഞ അവളെ വെറുതെ വിടുവോ? അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട നയനെ. അതൊന്നും അത്ര പെട്ടെന്നൊന്നും അവര് കണ്ടെത്താനൊന്നും പോകുന്നില്ല. ആദർശേട്ടാ, ഒരു പക്ഷേങ്കിൽ നമ്മള് ഈ പറയുന്ന ഡേവിഡിന്റെ പിന്നിൽ ആരോ ഉള്ളതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവര് നമുക്ക് പിടികൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് മാളവിക നമുക്ക് രഹസ്യങ്ങളൊക്കെ ചോർത്തി തരുവാന്നറിഞ്ഞ അവളുടെ ജീവനും തന്നെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. മാളവിക എന്താണെങ്കിലും മിടുക്കിയാണ്. അവൾ പെട്ടെന്നൊന്നും പിടികൊടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ ഡേവിഡുമായിട്ട് നല്ല ഇത് തന്നെ കമ്പനിയായി കഴിഞ്ഞു. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് ചോർത്തി തരുമെന്ന് പറഞ്ഞു. നമുക്ക് അധികം നാളൊന്നും വേണ്ട, 2-3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അത്രയും നാളും വളയോടെ നിന്നാ മതി. അതിനുശേഷം അവള് US തിരികെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്നാലും അവളോടൊന്ന് പറയണോട്ടോ, എനിക്ക് ആകെപ്പാടൊരു ഭയം തോന്നണമെന്ന് പറഞ്ഞു. പക്ഷെ ആദർശനാണെങ്കിലോ ഒട്ടും ഭയമില്ലായിരുന്നു. വന്നാ വന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്താഗതിയായിരുന്നു. ഇതേ സമയത്ത് മുത്തശ്ശൻ മുറിയിലേക്ക് എല്ലുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും മുത്തശ്ശിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ ഇവിടെ വന്നിരിക്കും ബസ്നരെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്താ? എന്തോ കാര്യമായിട്ട് സംസാരിക്കാണ്ടെന്ന് തോന്നല്ലോ. അതെ, ഇന്നിവിടെ ഒരു പെണ്ണ് കാണിച്ചടങ്ങ് നടക്കുമെന്ന് പറഞ്ഞു. പെണ്ണ് കാണിച്ചടങ്ങോ? അതാരുടെയാ? ഇനിയിപ്പം എനിക്ക് വേറെ വിവാഹം ആലോചിക്കണോ? അതിന് അനാമികയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നില്ലല്ലോ, പിന്നെ ഇത്ര പെട്ടെന്ന്? അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതല്ലാന്ന് പറഞ്ഞു. പിന്നെയോ? അവന് വേണ്ടിയിട്ടല്ല, ഇത് അവന്തിയേക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞു. അവന്തിയേക്കോ? അതെ, അവന്തിയേക്ക് കാണാൻ വരുന്ന ചെക്കൻ ഏതാന്ന് നിനക്ക് അറിയാന്ന് പറഞ്ഞു. ചെക്കൻ ഏതാ? നമ്മളൊക്കെ അറിയുന്നതാണോ? ചെക്കന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ നരസിംഹന്റെ കൊച്ചുമോൻ നവീനാന്ന് പറഞ്ഞു. നവീനോ? മുത്തശ്ശി ഒരു അന്താളിപ്പോട് നോക്കുകയാണ്. അതെ, നരസിംഹനാണ് ഇങ്ങനെ ഒരു ആലോചന ഇങ്ങോട്ടേക്ക് വെച്ചത്. അവന്തികയെ ഇന്ന് കണ്ടായിരുന്നു പോലും. അപ്പത്തൊട്ട് മനസ്സിൽ ആഗ്രഹം ഉദിച്ചാണ്. നല്ലൊരു ബന്ധുവാന്ന് നരസിംഹൻ തോന്നി. അത് കേട്ടിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഒട്ടും താല്പര്യപ്പെടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴ അവന്തികയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. അവൾ LND പോയി പഠിച്ചിട്ട് വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് അവളുടെ സ്വഭാവത്തിന്. ഇപ്പം ഈ പറയുന്ന ജലജയോടും അഭയോടൊന്നും ഒപ്പമല്ല, നമ്മളോടൊപ്പം അവള് നിൽക്കുന്നേ. തെറ്റ് കണ്ട തെറ്റാന്ന് അവള് വിളിച്ചു പറയുക തന്നെ ചെയ്യും. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടാണ് ഞാനും ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചേ. പിന്നെ അവരിങ്ങോട്ടേക്ക് കാണാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നവീൻ മോൻ ഇഷ്ടപ്പെട്ടോ? അവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേ. അവനോടും കാര്യങ്ങൾ പറയാതെ ആയിരിക്കും കൊണ്ടിരുന്നേ. അല്ല, ഒരു പെണ്ണുകാണ ചടങ്ങ് ആ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും വേണ്ട. അവര് സാധാരണ വരുന്ന പോലെ വന്നിട്ട് പോട്ടെ. അപ്പൊ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അല്ല, പെണ്ണുകാണിലാന്ന് പറഞ്ഞു ഉടുത്തൊരുങ്ങി വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല, ഇത് ബാക്കിയുള്ളവരോട് പറയണ്ടേ? തൽക്കാലത്തേക്ക് ഇപ്പൊ ആരോടും പറയണ്ട, അവര് വരട്ടെ. അവര് വന്നതിന് ശേഷം മതി ഇതെല്ലാരോടും പറയണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലേ? അതെ. അല്ല, അങ്ങനെയാണെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ ആദർശിനെ നയനെയൊക്കെ വിളിക്കണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അല്ല, കല്യാണം എന്ന് പറഞ്ഞാൽ എടുത്തടിച്ച് കല്യാണം നടക്കില്ലല്ലോ, ഇതിന് കുറച്ച് സമയം പിടിക്കില്ലേ? അപ്പോഴേക്കും എൻ്റെ കൊച്ചുമോ സത്യങ്ങളൊക്കെ കണ്ടെത്തി ഈ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തിയാൽ മതിയായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നവീനെയും കൂട്ടിക്കൊണ്ട് നരസിംഹ വക്കീലും പിന്നെ പത്മവും കൂടെ വരുവാണ്. അപ്പൊ പത്മത്തിനോട് വക്കീല് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്മത്തിന് അല്ലെങ്കിൽ മുമ്പ് വന്നപ്പോ തൊട്ട് അവന്തിയോട് താല്പര്യമായിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷെ നവീനെ അറിയത്തുണ്ടായിരുന്നില്ല ഒരു പെണ്ണ് കാണിച്ചടങ്ങ ഇതൊന്നും. അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് വന്നു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, നമ്മൾ ഇങ്ങോട്ടേക്കായിരുന്നു മുത്തശ്ശ വന്നേ, ഇത് എന്നോട് നേരത്തെ പറയാൻ മേലായിരുന്നോ? ഞാനോർത്ത് വല്ല പെണ്ണ് കാണലും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പത്മ പറഞ്ഞു, എന്താടാ പെണ്ണ് കാണാനാണ് നീ വരത്തില്ലെന്ന് ചോദിച്ചു. ദേ അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാണണ്ടാന്ന്. എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുള്ള കാര്യം പറഞ്ഞില്ലേ? പത്മൻ പറഞ്ഞു, അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ട. നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ കല്യാണം നടത്തും. പക്ഷെ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആയിട്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഗംഭീര സ്വീകരണം തന്നെയാണ് കൊടുത്തത്. അപ്പോഴേക്കും ജയനും അജയനും അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അവരും കൂടെ ഇറങ്ങി വരുവാണ്. ഈ സമയം ദേവേനി പറഞ്ഞു, ആഹാ,
ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു, അതെ, ഇടയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണം തോന്നി, അതുകൊണ്ട് വന്നാ എന്ന് പറഞ്ഞു. ഈ സമയം ജലജയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് നവീനോട്. മൂർത്തി മുത്തശ്ശന് എങ്ങനെയുണ്ട്, തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം നവീൻ പറഞ്ഞു, കുഴപ്പമില്ല മുത്തശ്ശ, അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എന്താണെങ്കിലും ദേ നിന്റെ മുത്തശ്ശന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ടാ നീ ശ്രമിച്ച്. അതിലെനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട്. അത് മാത്രമല്ല പേരെടുത്തൊരു വക്കീലും കൂടെ അല്ലേന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ ജലജയോട് ചോദിച്ചു, അല്ല അവന്തിക എന്തിയെന്ന് ചോദിച്ചു. അവളകത്തുണ്ട്. അപ്പോഴേക്കും പത്മ പറഞ്ഞു, അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്ന് പറഞ്ഞു, ഞങ്ങളത് കാണട്ടെ എന്ന് പറഞ്ഞു. ആ സമയം ജലജ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അവന്തിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ, ആ നവീൻ വക്കീലും പിന്നെ നവീന്റെ മുത്തശ്ശനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നെ കാണണമെന്നോ? അവരെന്തിനാ എന്നെ കാണുന്നത്? എന്തിനാന്നറിയത്തില്ല, നീ താഴേക്ക് ഇറങ്ങി വാ, എല്ലാരും താഴെയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ജയം മുത്തശ്ശനോട് ചോദിച്ചു, എന്താ വെച്ചാത്, അവളെ എന്തിനാ വിളിക്കുന്നേ? ഇതെന്താ വല്ല പെണ്ണ് കാണിച്ചടങ്ങ് മറ്റോ ആണോ? എല്ലാരും കൂടെ ചേർന്നിരുന്നിട്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, പെണ്ണ് കാണിച്ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാന്ന് പറയാന്ന് പറഞ്ഞു. ശരിക്കും? അതേന്നേ. ഈ സമയത്ത് നവീനൊന്ന് ഞെട്ടി. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെ, നരസിംഹനും ഞാനും കൂടെ എടുത്ത തീരുമാനം അത്. ഈ പറയുന്ന നവീനോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല അവന്തികയോടും പറഞ്ഞിട്ടില്ല. ഇതൊരു പെണ്ണുകാണച്ചടങ്ങാ. പെണ്ണുകാണലാന്ന് പറഞ്ഞിട്ട് ഉടുത്തൊരുങ്ങി വന്നിരിക്കുന്ന ആ ഒരു രംഗമൊന്നും ഇവിടെ വേണ്ട. അല്ലാതെ ഒരു ചടങ്ങ് നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ചെറുക്കനും പെണ്ണും തമ്മിൽ കാണട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നവീന് നരസിംഹ വക്കീലിനെ നോക്കുകയാണ്. അപ്പോഴേക്കും ജയ പറഞ്ഞു, അതെന്താ അച്ഛൻ എന്നിട്ട് പറയാതിരുന്നേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, അതുകൊണ്ടാ പറയാതിരുന്നേന്ന് പറഞ്ഞു. അല്ല, ഇവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടണമല്ലോ. നരസിംഹൻ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, മുത്തശ്ശ, ഇത് പെണ്ണുകാണച്ചടങ്ങാണോ? മുത്തശ്ശൻ എന്നോട് അങ്ങനെയല്ലോ പറഞ്ഞേ. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് നീ ഇങ്ങോട്ടേക്ക് വരുവോ? ഒരിക്കലും ഇല്ലോ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ഇതൊന്നും പറയാതെ. ആ സമയത്ത് അവന്തിയെയും കൂട്ടിക്കൊണ്ട് ജലജ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പത്മ ചെന്നിട്ട് അവന്തിയുടെ കയ്യെ പിടിച്ചിട്ട് വെച്ചു, സുഖമാണോ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഖം ആന്റി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുശലാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് നരസിംഹ വക്കീൽ അവന്തിയെ നോക്കണം. പിന്നീട് നവീനോട് പറഞ്ഞു, ശരിക്കും കണ്ടോ അവന്തിയെ? കാണാൻ നല്ല മിടുക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീടാണ് മൂർത്തി മുത്തശ്ശൻ ആ കാര്യങ്ങൾ പറയണേ. അതെ, നവീന്റെ വീട്ടുകാർക്ക് അവന്തികയെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് നിന്നെ കാണാൻ വേണ്ടി വന്നുള്ള കാര്യം അത് കേട്ടിഞ്ഞപ്പോ അവന്തികയിൽ ഒരു അന്താളിപ്പം ഉണ്ടായത്. അവന്തിക ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ലത്. അതുപോലെ തന്നെ ജലജയ്ക്കും ലോട്ടറി അടിച്ച മട്ടിലായി പോയി. ജലജ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ സമയം സംസാരിച്ചിരുന്നിട്ടാണ് അവര് പോകുന്നത്. നവീനാണെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇങ്ങനെ ഒരു വൈതരണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ഇതിനു വേണ്ട കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവീനെ ഒരിക്കലും വരില്ലായിരുന്നു. ഈ സമയം ജലജ അവന്തിയെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, നിനക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നേ, അവനെ പോലെ ഒരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്നോ? അതെ, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ നീ ആരെ കാത്തിരിക്കുക, മര്യാദയ്ക്ക് ഈ ബന്ധത്തിന് സമ്മതിച്ചോണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അവന്തിക്കാണെങ്കിൽ തന്റെ അച്ഛൻ പറയുന്ന ബന്ധം അല്ലെങ്കിൽ അച്ഛനോടും കൂടെ ആലോചിക്കണ്ടേ, എടുപടിയെന്നൊരു തീരുമാനം പറയാനൊന്നും പറ്റില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അത് പക്ഷെ അച്ഛന്റെ കാര്യത്തെക്കുറിച്ച് അമ്മയോട് പറയാനും പറ്റില്ലല്ലോ. നവീൻ ആകപ്പാടെ വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ആനിയും നന്ദും കൂടെ കണ്ടുമുടുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം അവർ ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 1-2 തവണയായിട്ട് മുടക്കം വരുന്നത്. ഇത്തവണ എന്താളും മുടക്കം വരാതെ രണ്ടുപേരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നന്ദു അനിയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ സന്തോഷത്തോടെ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീന്റെ കോള് വരുന്ന എനിക്ക്. അപ്പോഴേക്കും അനി ഓർത്ത്, ഇവൻ എന്തിനാ പോലും വിളിക്കുന്നത്, മനുഷ്യന് മനസമാധാനത്തോടെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലേ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ട്. അനി കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, എന്താ അനി, ആരാ വിളിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, അത്യാവശ്യക്കാരാണെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അനി അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സന്തോഷമായിരിക്കും. നവീനും അവന്തികയും നമ്മളെ കല്യാണം, കാരണം തന്റെ എതിരാളി അവന്തിയെ കല്യാണം കഴിക്കാൻ പോവുള്ളൂ. ഇനിയിപ്പം നന്ദു ഫ്രീ ആവുമല്ലോ, നന്ദുവിന്റെ മേലെ അവനൊരു കണ്ണുണ്ട്, അതില്ലാതാവുമല്ലോ എന്നൊരു ചിന്ത എനിക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.